And then what is method of variation of parameter? What is the working method of variation of parameter? എങ്ങനെയാ YP കണ്ടുപിടിക്കുന്നത്. YP എങ്ങനെ കണ്ടുപിടിക്കുക? -y1 into integral y2 into r by w dx plus y2 into integral y1 into r by w into dx. Very good. So that is the formula of method of variation of parameter for finding the particular solution YP. ബാക്കിയൊക്കെ സെയിം ആണ്. YH നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക, ആൻഡ് YP ഇതുപോലെ ചെയ്യുക. ഈ ഒരു ഫോമുല യൂസ് ചെയ്തിട്ട് ചെയ്യുക. Then after that write the general solution y is equal to YH plus YP. Okay, so that is method of variation of parameter. And in case of Euler-Cauchy equation, നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തത് ലെഫ്റ്റ് സൈഡിൽ യു ഹാവ് ദി സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. Okay, so when the non-homogeneous equations left side is a what Euler-Cauchy equation, then how can we find its general solution? Abhijit K. Abhijit ആബ്സെന്റ് അല്ലേ? ഞാൻ നിങ്ങൾ ഈ റിപ്ലൈ തരുന്നില്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ ഇവിടെ മാർക്ക് ചെയ്യും ആബ്സെന്റ്. ഓക്കെ, ഇഫ് യു ആർ പ്രസന്റ്. എനിക്ക് അറിയാമെങ്കിൽ അറിയില്ലെങ്കിൽ ഒന്ന് റിപ്ലൈ തരാം. ഹിബ എന്താ Euler-Cauchy ഇക്വേഷൻ ആണെങ്കിൽ എങ്ങനെ ചെയ്യുക? മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? എന്താണ്? ക്ലിയർ ആവുന്നില്ല കേട്ടോ. അദ്വൈത് മാം, ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ x dash into 2. x dash ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. നമ്മൾ ആർ ഓഫ് എക്സിന് എക്സ് സ്ക്വയറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ആ ഒരു YP കാണാനുള്ള ഫോർമുലയിലോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നമ്മൾ Euler-Cauchy equation means the coefficient of y double dash is x square. Euler-Cauchy equation form of the x square y double dash plus ax y dash plus by equal to 0. അപ്പോൾ അവിടെ the coefficient of y double dash is x square. സോ നമ്മൾ YP കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും y double ഡാഷിന്റെ കോഎഫിഷ്യന്റ് വരാൻ പാടില്ല. സോ ഇഫ് അങ്ങനെ വന്നാൽ ഒരു y double ഡാഷിന്റെ കോഎഫിഷ്യന്റ് എക്സ് സ്ക്വയർ വന്നാൽ നമ്മൾ ത്രൂ ഔട്ട് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ ഡിവൈഡ് ചെയ്യും. അപ്പം ആർ ഓഫ് എക്സിനെ നമ്മൾ എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത്ര മാത്രം ഓർത്താൽ മതി. Euler-Cauchy equation, non-homogeneous Euler-Cauchy equation ആണെങ്കിൽ if you want to find YP, then you have to divide the r of x by x square. Okay, അപ്പോൾ അത്രയും കാര്യമാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ നോൺ ഹോമോജീനിയസിൻ്റെയും ഹോമോജീനിയസിൻ്റെയും എല്ലാ, അതായത് രണ്ട് മെത്തേഡ്. ഹോമോജീനിയസിൻ്റെ കേസിൽ രണ്ട് ടൈപ്പ് ഇക്വേഷനാണ് നിങ്ങൾ പഠിച്ചത്, കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആൻഡ് ദി Euler-Cauchy ഇക്വേഷൻ. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദെൻ കംസ് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആൻഡ് ടു സോൾവ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ യു ഹാവ് ടു മെത്തേഡ്, ദറ്റ് ഈസ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ആൻഡ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. സോ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ദി ലാസ്റ്റ് ടോപ്പിക് ഓഫ് തേർഡ് മൊഡ്യൂൾ, നമ്മൾ ഈ തേർഡ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ്
ലാസ്റ്റ് ടോപ്പിക് മീൻസ് നിങ്ങൾ പഠിച്ച തന്നെ അതിനെ ഒന്ന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ് ഹയർ ഓർഡറിലോട്ട്. നമ്മൾ ഇത്രയും സമയം ചെയ്തൊക്കെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. നൗ വി ഹാവ് ടു സോൾവ് ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, ഇപ്പൊ ചെയ്ത സെയിം മെത്തേഡ് സെയിം കാര്യങ്ങൾ തന്നെ, പക്ഷെ നമ്മൾ ഇവിടെ y ഡബിൾ ഡാഷ് യൂസ് ചെയ്തതിന് പകരം y ട്രിപ്പിൾ ഡാഷ് അല്ലെങ്കിൽ yന്റെ ഫിഫ്ത്ത് ഡെറിവേറ്റീവ്, yന്റെ സിക്സ്ത് ഡെറിവേറ്റീവ് ഒക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഹൗ ടു സോൾവ് സച്ച് ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അത് ഈസിയാണ്, നമ്മളിപ്പോൾ പഠിച്ച തന്നെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പറയാം, അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റൻ ആയിട്ട് ചെയ്ത് പോവാം. Okay, listen. Okay, so higher order differential equation. ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഹയർ ഓർഡർ മീൻസ് എന്താ, നമ്മൾ ഇത്ര സമയം ചെയ്ത് y ഡബിൾ ഡാഷ് വരിക, y ഡബിൾ ഡാഷ് വരുന്ന ഒരു ഇക്വേഷൻ എക്സാമ്പിൾ എന്താ, y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 0. ദിസ് ഇസ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആൻഡ് യു നോ ഹൗ ടു സോൾവ് ദിസ് സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഇതിന് പകരം ഇഫ് യു ഹാവ് ദിസ് y ട്രിപ്പിൾ ഡാഷ് പ്ലസ് y ഡബിൾ ഡാഷ് പ്ലസ് 2y dash plus 3y equal to 0. So this type of equation which is greater than 2, അതായത് order is greater than 2, അതായത് ട്രിപ്പിൾ ഡാഷ് കൂട്ടിട്ട് ഇതിനൊക്കെയാണ് നമ്മൾ ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് നമ്മൾ സെക്കൻഡ് ഓർഡർ വരെയാണ് പഠിക്കുന്നത്, അതിലും കൂടുതലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ നമുക്ക് ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. ദെൻ ഹൗ ടു സോൾവ് ദിസ് ടൈപ്പ് ഓഫ്, ഫസ്റ്റ് നമുക്ക് നേരത്തെ പഠിച്ച പോലെ തന്നെ ഹോമോജീനിയസ് പഠിക്കാം, എന്നിട്ട് നോൺ ഹോമോജീനിയസ് പഠിക്കാം. പഠിക്കാനില്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, so this is third order അല്ലെങ്കിൽ തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യുക? സെയിം മെത്തേഡ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. സോ ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇസ് വാട്ട്? ഇതിന്റെ കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും? ലാംഡ റേസ് ടു 3, സോ 3 y ട്രിപ്പിൾ ഡാഷ് 3 പ്ലസ് ഹിയർ സ്ക്വയർ പ്ലസ് 2 ലാംഡ പ്ലസ് 3 ഈക്വൽ ടു 0. So first write the characteristic equation. ഇതേപോലെ characteristic equation എഴുതുക. then അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്തത്? we have to find the roots of this characteristic equation. അല്ലെ, നമ്മൾ ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം. So second order ആണെങ്കിൽ we have the characteristic equation, a quadratic equation. So you know how to solve a quadratic equation, and we have the formula for finding the roots of that characteristic equation or that quadratic equation. നമുക്കറിയാം എങ്ങനെയാണ് quadratic equation solve ചെയ്യേണ്ടത്. But here it is third degree equation, അല്ലേ? ലാംഡ ക്യൂബ് വരുന്ന ഇക്വേഷൻ ആണ്. സോ നിങ്ങൾ ഇത് സോൾവ് ചെയ്തിട്ടുണ്ടോ? ക്യൂബ് റൂട്ട് ഒക്കെ വരുന്ന ഇക്വേഷൻസ് നിങ്ങൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ? ഐ തിങ്ക് നിങ്ങൾ പ്ലസ് 2-ലോ പ്ലസ് 1-ലോ എങ്ങാനും പഠിക്കുന്നുണ്ടെന്ന്. അതായത് എങ്ങനെ നമ്മളിത് സോൾവ് ചെയ്യാം? എനി വൺ, ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്? എപ്പോഴെങ്കിലും സോൾവ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? അതിന് എനിക്ക് റിപ്ലൈ ചെയ്തോ. തേർഡ് ഡിഗ്രി ഇക്വേഷൻ എപ്പോഴെങ്കിലും നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ല പറ. എന്തായാലും കുഴപ്പമില്ല, എന്ന് അറിയാനാ നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ നിങ്ങൾ പഠിച്ചതാണോ? ഇല്ല. ഓക്കെ, അത്രേ വേണ്ടു. അങ്ങനെ റിപ്ലൈ തന്നാൽ മതി. ഓക്കെ, സോ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ആദ്യം നമുക്ക് ഒരു റൂട്ട് എങ്ങനെയായാലും നമുക്ക് അറിയണം. ഇതിൻ്റെ ഒരു റൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ഞാൻ സ്വന്തമായിട്ട് എഴുതിയ ഇക്വേഷൻ ആയതുകൊണ്ട് ഇതിന് ചിലപ്പോൾ റൂട്ട് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. സോ ഒരു പ്രോബ്ലം വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. d cube y by dx square, which means lambda cube ആണ്. ലാംഡ ക്യൂബ് അല്ല, y triple dash minus 4
ഇവിടെ എന്താ y ഡബിൾ ഡാഷ് ആണ് d സ്ക്വയർ, സോ ഇറ്റ് ഈസ് y ഡബിൾ ഡാഷ് പ്ലസ് dy ബൈ dx ഇസ് y ഡാഷ് പ്ലസ് 6y ഈക്വൽ ടു 0. നമുക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ വെയിറ്റ്, ആ ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, സോ ഞാൻ ആ ഇക്വേഷനെ വൈ ഡബിൾ ഡാഷ് ആക്കി മാറ്റി എഴുതണം. ഡി സ്ക്വയർ വൈ ബൈ ഡിക്സിന് പകരം ഞാൻ വൈ ട്രിപ്പിൾ ഡാഷ് ആണ് എഴുതുന്നത്. സോ ഹിയർ വൈ ട്രിപ്പിൾ ഡാഷ് minus 4y double dash plus y dash plus 6y equal to 0. We have to solve this higher order differential equation. Okay, so the corresponding characteristic equation is what? A lambda cube minus 4 lambda square plus lambda plus 6 equal to 0. നമ്മൾ സെക്കൻഡ് ഓർഡർ ചെയ്ത പോലെ തന്നെ ചെയ്യുക, ഒരു മാറ്റവും ഇല്ല. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. ഇനി നമുക്കിത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇതിന്റെ ഒരു റൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലാംഡക്ക് ഏത് വാല്യൂ കൊടുത്താലാണ് ഈക്വൽ ടു 0 കിട്ടുക? അങ്ങനെ വരുന്ന ലാംഡന്റെ വാല്യൂസ് ആണ് നമ്മൾ ശരിക്കും റൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്ന നമ്പേഴ്സ് അതാണ്. ആ നമ്പർ ഈ ഒരു ഇക്വേഷനിൽ ഇട്ടാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ് വാല്യൂ. ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ക്യൂബ് റൂട്ടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ക്യൂബ് റൂട്ട് ആണെങ്കിൽ ഇതിന് 3 റൂട്ട്സുകൾ ഉണ്ടാവണം, 3 റൂട്ടുകൾ ഉണ്ടാവണം. അപ്പം ഒരു റൂട്ടെങ്കിലും നമുക്ക് കിട്ടണം, എന്നാലേ നമുക്ക് ബാക്കിയുള്ള 2 റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമ്മൾ അസംഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. അതായത് നമ്മൾ ഇഷ്ടമുള്ള വാല്യൂസ് ഇതിന് കൊടുക്കുക, അസ്യൂം ചെയ്തിട്ട് ഇതായിരിക്കും റൂട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ വാല്യൂ ഇതിന് അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഈക്വൽ ടു 0 കിട്ടുന്നത് നോക്കുക. ദെൻ ദാറ്റ് വാല്യൂ ഈസ് ദി റൂട്ട്. ഓക്കെ, സോ നമുക്ക് ഓരോ വാല്യൂ കൊടുക്കാം. നമുക്ക് ആദ്യം എന്ത് കൊടുക്കാം? ലാംഡക്ക് 1 കൊടുത്തു നോക്കാം. 1 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കുക കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്. കുറച്ച് ലോജിക്കായിട്ട് തിങ്ക് ചെയ്തിട്ട് വാല്യൂസ് കൊടുക്കുക. ആദ്യത്തെ വാല്യൂ ഇഷ്ടമുള്ള കൊടുക്കുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് തിരിയുള്ളൂ 0 കിട്ടണമെങ്കിൽ ഏത് വാല്യൂ ആയിരിക്കും ഏകദേശം കൊടുക്കേണ്ടത്. സോ 1 ക്യൂബ് മൈനസ് 4 ഇൻറ്റു 1 പ്ലസ് 1 പ്ലസ് 6 എത്ര കിട്ടുന്നത്? 1 മൈനസ് 4 പ്ലസ് 1 പ്ലസ് 6 ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 0. ഇത് 0 അല്ല കിട്ടുന്നത്, അല്ലേ? അല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത നമ്പർ കൊടുക്കാം. ഇനി ഒന്ന് പോസിറ്റീവ് എടുക്കുമ്പം അല്ല, ലാംഡ ഇസ് ഈക്വൽ ടു 2 കൊടുത്തു നോക്കാം. 2 കൊടുക്കുമ്പോൾ എന്താ വരുക? 2 ക്യൂബ് മൈനസ് 4 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 2 പ്ലസ് 6 എത്ര വരും? ഇസ് ഈക്വൽ ടു 8 minus 4 into 4 16 plus 2 plus 6. ഓക്കെ, സോ ഇവിടെ എന്ത് കിട്ടി നിങ്ങൾക്ക്? 8 plus 2 10 plus 6 16 minus 16 0 കിട്ടിയില്ലേ? ഓക്കെ, സോ ലാംഡ is equal to 2 is a റൂട്ട് ചെയ്ത് ശരിയല്ലേ? ഓക്കെ, സോ ഒരു റൂട്ട് നമുക്ക് കിട്ടി. ലാംഡ 2 കൊടുത്തപ്പോൾ നമുക്ക് 0 കിട്ടി. സോ ലാംഡ is equal to 2 is a റൂട്ട്. ഓക്കെ, അപ്പോൾ ഒരു റൂട്ട് കിട്ടി. ഇനി ബാക്കി 2 റൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. സോ മനസ്സിലായോ? ഇത്ര വരെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, ചെയ്യണ എൻ്റെ കൂടെ തന്നെ ചെയ്തു പോകണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഏത് വാല്യൂസും കൊടുത്ത് നോക്കാട്ടെ. ഏത് വാല്യൂ കിട്ടിയാലും, അതായത് ഇതിന് 3 റൂട്ട്സ് ഉണ്ടാവും. ഈ y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞ ഈ ഒരു ഇക്വേഷന് 3 റൂട്ട് ഉണ്ട്. അപ്പം നിങ്ങൾ ബാക്കിയുള്ള ഏതെങ്കിലും 3 റൂട്ടിൽ ഏത് റൂട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കിട്ടാം. അപ്പം ഞാൻ 2 എടുത്തോണ്ട് എനിക്ക് 2 കിട്ടി. നിങ്ങൾ ഇനി അതിന്റെ വേറെ ഏതെങ്കിലും റൂട്ട് എടുത്തെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും ആൻസർ കിട്ടുക. അപ്പം ആ 3 റൂട്ടിൽ ഏതെങ്കിലും ഒരു റൂട്ട് നമുക്ക് കിട്ടിയാൽ മതി. ഇനി ബാക്കിയുള്ള 2 റൂട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇഫ് ലാംഡ is equal to 2 is a റൂട്ട്, നമ്മൾ ഇതിനെ ഫാക്ടർ ആക്കിയിട്ട് എഴുതണം.
എങ്ങനെ എഴുതാം? ദെൻ ലാംഡ മൈനസ് 2 ഈസ് എ ഫാക്ടർ ഓഫ് ഏത് ഇക്വേഷൻ്റെ? ലാംഡ ക്യൂബ് മൈനസ് 4 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0. അപ്പൊ ഈ ഒരു ഇക്വേഷന്റെ റൂട്ടാണ്, അല്ലെങ്കിൽ ഇതാ ഈ ഒരു ഇക്വേഷന്റെ റൂട്ടാണ് ലാംഡ മൈനസ് 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര ലാംഡ ക്യൂബ് മൈനസ് 4 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ പ്ലസ് 6 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പോളിനോമിയലിന്റെ റൂട്ടാണ് ലാംഡ മൈനസ് ഫാക്ടറാണ് ലാംഡ മൈനസ് 2 എന്ന് പറയുന്നത്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇപ്പം എ എന്ന് പറയുന്നത് ഒരു റൂട്ടാണെങ്കിൽ, ഓക്കെ, ലാംഡ വരുന്ന ഒരു ഇക്വേഷന്റെ റൂട്ടാണ് എ എങ്കിൽ ദെൻ ലാംഡ മൈനസ് എ ഈസ് എ ഫാക്ടർ. ഓക്കെ, ഇഫ് മൈനസ് എ ഈസ് എ റൂട്ട് ദെൻ ലാംഡ പ്ലസ് എ ഈസ് എ ഫാക്ടർ. ഫാക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്ക് ഈ ഒരു ഫോമിനെ നമുക്ക് ലാംഡ മൈനസ് 2 എന്ന് പറയുന്ന ഈ ഒരു ടേംസിന് നമുക്ക് ലാംഡ മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണ് കിട്ടുക. ഓക്കെ, അതാണ് അതിന്റെ അർത്ഥം. ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ലാംഡ മൈനസ് 2 ഈസ് എ ഫാക്ടർ, ദെൻ വി ക്യാൻ ഡിവൈഡ് ദിസ് ഫോം ബൈ ലാംഡ മൈനസ് 2 ആൻഡ് യു വിൽ ഗെറ്റ് ദ റിമൈൻഡർ 0. ഓക്കെ, അപ്പം 2 ഒരു റൂട്ട് ആണെങ്കിൽ ലാംഡ മൈനസ് 2 ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തു, ഒരു റൂട്ട് കണ്ടുപിടിച്ചു. ദെൻ ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് അതിന്റെ ഫാക്ടർ എഴുതി. 2 ഒരു റൂട്ട് ആണെങ്കിൽ ലാംഡ മൈനസ് 2 ഫാക്ടർ ആണെന്ന് എഴുതി. ഇനി ഈ ഫാക്ടറിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പ് അതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് കൂടിയുണ്ട്, അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവുക. ഓക്കെ, ഇതാ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. സോ ഇത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ. എന്നാൽ പിന്നെ ആ ഒരു ക്യൂബൊക്കെ വരുന്ന സമയത്ത് ഡിവിഷൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഇല്ലാണ്ടാവും. ഈ ഒരു മെത്തേഡിൽ ഞാൻ ചെയ്തുതരാം. സോ നിങ്ങൾക്കിപ്പം റൂട്ട് എന്താ കിട്ടിയത്? ഇത് നിങ്ങൾ പക്ഷെ എപ്പോഴും ഓർത്ത് വെക്കണം. ഇത് നമുക്കിനി അടുത്ത്, അതായത് ക്യൂബ് ആണെങ്കിൽ മാത്രം നമുക്ക് ഡയറക്റ്റ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റൂ. ഇതിനേക്കാൾ കൂടുതൽ വലിയ പവേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഡിവൈഡ് ചെയ്തിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഇത്രയും ശ്രദ്ധിക്കുക. നമുക്ക് ഒരു റൂട്ട് കിട്ടി, ആ റൂട്ടിന്റെ ഫാക്ടറാണ് ഇത്, അത് അവിടെ എഴുതി വെക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഏതിന്റെ റൂട്ടാണ് എടുക്കുന്നത്? ഇതല്ലേ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ കോഎഫിഷ്യൻസ് എഴുതി വെക്കുക. ലാംഡ ക്യൂബിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. ലാംഡ റേസ് ടു 2ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -4 ആണ്. ആൻഡ് ലാംഡേണ്ടത് ഇത് ഓർഡറിൽ തന്നെ എഴുതണേ, 1 and 6. ഓക്കെ, ലാംഡ ക്യൂബിന്റെ എഴുതുക, അത് കഴിഞ്ഞിട്ട് ലാംഡ സ്ക്വയറിന്റെ മാത്രം എഴുതുക. ഇഫ് ലാംഡ സ്ക്വയറിന്റെ ടേം ഇല്ലെങ്കിൽ യു ഹാവ് ടു പുട്ട് 0 ദർ. ഓക്കെ, ദെൻ റൈറ്റ് ദി ടേംസ് ഓഫ് ലാംഡ, ദെൻ കോൺസ്റ്റന്റ് ടേം. ഇങ്ങനെ അതിന്റെ കോൺസ്റ്റന്റ്സ് എഴുതുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് നമുക്ക് കിട്ടിയ റൂട്ട് ഏതാ? 2 അല്ലേ? ആ 2നെ നമ്മൾ ഇവിടെ എഴുതുക. ഓക്കെ, റൈറ്റ് ദി കോഎഫിഷ്യൻസ് ഓഫ് യുവർ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആൻഡ് പുട്ട് 2 ഹിയർ. 2 എന്ന് പറഞ്ഞാൽ നമ്മളെ റൂട്ടാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ എപ്പോഴും ഇത് കോളമായിട്ട് എടുക്കുക. ഇതെപ്പോഴും നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് 1 അല്ലേ ഉള്ളത്, ഇവിടെ ആഡ് ചെയ്യാൻ ആരുമില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക? താഴെ 1 എന്ന് എഴുതുക. ഫസ്റ്റ് എപ്പോഴും ഫസ്റ്റ് എലമെന്റിന് അതേപോലെ എഴുതുക. ഓക്കെ, ഇനി അടുത്ത് ചെയ്യേണ്ടത്, ഇവിടെ താഴെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ദെൻ യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് നമ്പർ ടു ദിസ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. ഇയാൾ എപ്പോഴും ഈ താഴെ എടുത്തയാളെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണ് ഇയാൾ. ഓക്കെ, സോ യു മൾട്ടിപ്ലൈ ദിസ്. 2 into 1 എത്രയാ? 2. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ആൻസർ എഴുതണ്ടേ? അത് എവിടെ എഴുതുക? ഇവിടെയാണ് എഴുതണ്ടേ. ഓക്കെ, ഇതെങ്ങനെയെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കോഎഫിഷ്യൻസ് എഴുതി, റൂട്ട് എഴുതി, ദെൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിനെ താഴ്ത്തി എഴുതുക. 1 താഴെ ഇട്ടു, അതേപോലെ ഫസ്റ്റ് എലമെന്റ് എപ്പോഴും അതേപോലെ താഴെ ഇടുക. ദെൻ മൾട്ടിപ്ലൈ ഇത് 2 into 1 2 എഴുതുക. ഇവിടെ നമ്പർ കിട്ടിയാൽ ഞാൻ പറഞ്ഞു ഇവിടെ എപ്പോഴും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം ഏത് നമ്പർ കിട്ടിയാലും അപ്പം ആഡ് ചെയ്യുക. ദെൻ -4 + 2 എത്രയാ? -2.
2. അഗെയിൻ നമുക്ക് താഴെ നമ്പർ കിട്ടി. താഴെ നമ്പർ കിട്ടിയാൽ ദെൻ അഗെയിൻ ആ പ്രോസസ്സ് എന്താ, ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, താഴെ നമ്പർ കിട്ടിയാൽ ദെൻ മൾട്ടിപ്ലൈ ദറ്റ് നമ്പർ ടു ദിസ്. ഓക്കെ, ദെൻ 2 ഇൻറ്റു -2 നമ്മൾ എവിടെ എഴുതും, ആൻസർ ഇവിടെയാണ് എഴുതേണ്ടത്, ദാറ്റ് ഇസ് -4. ഇവിടെ നമ്പർ കിട്ടിയല്ലോ, ദെൻ അഗെയിൻ ആഡ് ചെയ്യുക. 1 പ്ലസ് -4 ദാറ്റ് ഇസ് -3 എന്ന് വരും. ദെൻ എന്താ, താഴെ നമ്പർ കിട്ടി, അപ്പം തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, -6. ഓക്കെ, ആഡ് ചെയ്യുക. ദെൻ 6 - 6 ഇസ് 0. ഈ ടേം നിങ്ങൾ ചെയ്ത് ശരിയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 0 ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്യാം. ഇത്രയും ക്ലിയർ ആയോ? ഇതെന്താ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത്രയും ചെയ്തത് മനസ്സിലായ? നമ്മൾ ക്യൂബ് റൂട്ട് ആണ് നമുക്ക് തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം അതിൻ്റെ 3 റൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ബാക്കിയൊക്കെ സെയിം തന്നെ. റൂട്ട് കണ്ടുപിടിക്കുന്നതിന് ഒരു മെത്തേഡ് പറഞ്ഞുതരാം, അത്രയേ ഉള്ളൂ ഇവിടെ നമുക്ക് പഠിക്കാൻ. അപ്പം ആദ്യം നമ്മൾ അസ്യൂം ചെയ്തിട്ട് ഒരു റൂട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ആ ഒരു റൂട്ട് വെച്ചിട്ട് നമ്മൾ അടുത്ത റൂട്ട് കണ്ടുപിടിക്കാൻ പോകണം. അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡിവിഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ ഇത് ചെയ്ത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ക്ലിയർ? ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ഇനിയിപ്പം നമുക്ക് കിട്ടിയ കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, അടുത്തൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് എന്താ, ഇത് കോൺസ്റ്റന്റ് ടേം ആണ്. ഓക്കെ, ദിസ് ഈസ് കോൺസ്റ്റന്റ് ടേം. അപ്പം ഇത് ലാംഡേൻ്റെ ടേം ആയിരിക്കും, ഇത് ലാംഡ സ്ക്വയറിൻ്റെ ടേം ആയിരിക്കും. ഒരു ക്യൂബ് ആണ്. ഇപ്പം നമ്മൾ ക്യൂബ് വരുന്ന ഇക്വേഷനാണ് സോൾവ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് അടിയിൽ കിട്ടുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്കിതിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കിയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, അപ്പോൾ ഇത് കിട്ടിയല്ലോ. ഇങ്ങനെ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ദി കറസ്പോണ്ടിങ് ഇക്വേഷൻ ഈസ് ലാംഡ സ്ക്വയർ. കോഎഫിഷ്യന്റ് 1 ആണ്. 1 ലാംഡ സ്ക്വയർ -2 ലാംഡ -3 = 0. അപ്പം ഈ കിട്ടിയ കോഎഫിഷ്യന്റ് വെച്ചിട്ട് ഇതേപോലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതുക. ആദ്യത്തേത് ലാംഡ സ്ക്വയറിൻ്റെത്, രണ്ടാമത്തേത് ലാംഡേൻ്റെത്, മൂന്നാമത്തേത് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഇതെന്താ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയില്ലേ? -b + or -√(b²) - 4ac വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും, 2 റൂട്ട് കിട്ടും. അപ്പം ഈ രണ്ടും ഇവിടെ കിട്ടുന്ന രണ്ടും കൂടെ കൂടിയിട്ട് നിങ്ങൾക്ക് എത്ര റൂട്ട് കിട്ടും, 3 റൂട്ട് കിട്ടും. ഇതിന്റെ ആൻസർ എന്താ വരിക, ലാംഡ = -b. സോ -b മീൻസ് -2 + or -√(b²) - 4 × a × c / 2a. Okay, which is equal to 2 + or -√4 + 12 divided by 2. That is 2 + or -√16 വരും, that is 4/2. Okay, so root എന്തൊക്കെ കിട്ടും, 2 + 4/2 2 - 4/2. That is 2 + 4/2 means what, 6/2, that is 3 കിട്ടും ഒരു റൂട്ട്. Then 2 - 4/2, that is -2/2 -1 കിട്ടും റൂട്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെ റൂട്ട് കിട്ടി, 2 കിട്ടി, 3 and -1. So 2, 3 and -1 are the root of the given differential equation. ഓക്കെ, അപ്പോൾ റൂട്ട് കിട്ടിയാൽ നമ്മൾ അടുത്ത് എന്താ ചെയ്യുക, നമുക്കതിൻ്റെ സൊല്യൂഷൻ എഴുതണ്ടേ. നമുക്കറിയാം 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട് ആണെങ്കിൽ, ശ്രദ്ധിക്കണേ, ഞാൻ എനിക്കിത് ടാബിൾ വരച്ചെന്നിട്ട് ചെയ്യാത്ത, നിങ്ങളത് അങ്ങനെ തന്നെ നോക്കി നോക്കി ചെയ്യും. അപ്പം നിങ്ങൾ ഓരോ പ്രോബ്ലം ചെയ്യുന്നതിന് അതിൻ്റെ ഫോമാറ്റ് പഠിച്ചു പോവുക. ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട് മറ്റേത് തന്നെ, അതിൻ്റെ ഒരു ടേംസ് കൂട്ടി എഴുതുക, അത്രേ ഉള്ളൂ. ലാംഡ 1ഉം ലാംഡ 2 ആണ് നമ്മൾ റൂട്ടെങ്കിൽ നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്തായിരുന്നു, y is equal to c1 e⁻λ1x + c2 e⁻λ2x ആണല്ലോ. അപ്പൊ 3 റൂട്ട് ഉണ്ടെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം, ഒരു +c3 കൂടെ വരും, c3 e⁻λ3x എന്ന് വരും. Okay, so here the solution is y is equal to c1 e⁻λ1 2 എഴുതാം. Roots are 2, 3 and -1. Okay, so c1 e⁻²x plus c2 what next root is 3x plus c3 e⁻−x. Okay, so this is the general solution. ഇങ്ങനെയാണ് നമ്മൾ ഹയർ ഓർഡറിൻ്റെ
സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ ആ റൂട്ട് കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു ഡിവൈസ് കോഷ്യൻ മെത്തേഡ്, എന്താ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇല്ല നമ്മളിപ്പോൾ വരച്ചിട്ട് ചെയ്ത്, അത് ഈസിയാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഇതെങ്ങനെയാ ഇവിടെ ഇത് വന്ന് അത് വന്നു എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളെ നോഡിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്ന അതേപോലെ നിങ്ങൾ എഴുതി വെക്കുക. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഞാൻ ഇങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഈ ഡിവിഷൻ മെത്തേഡ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഇക്വേഷൻ ഇതാണ്: ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ എന്താ ലാംഡ ക്യൂബ് മൈനസ് 4 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ പ്ലസ് 6. സോ ഇതിന്റെ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ കോഎഫിഷ്യൻസ് ഒക്കെ ഇങ്ങനെ എഴുതുക. പിന്നെ എഴുതുമ്പം നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോ: ലാംഡ ക്യൂബ് ആണെങ്കിൽ ലാംഡ ക്യൂബ്, രണ്ടാമത്തത് ലാംഡ സ്ക്വയറിന്റെ, മൂന്നാമത്തെ ലാംഡേന്റെ, നാലാമത്തെ കോൺസ്റ്റന്റ്, ഇങ്ങനെ എഴുതിയിട്ട് തന്നെ താഴെ എഴുതിക്കോ, അല്ലെങ്കിൽ പിന്നെ മിസ്സായി പോകും. ഓക്കെ, ഇപ്പൊ ലാംഡ ക്യൂബിൻ്റെത് 1 ആണ്, ലാംഡ സ്ക്വയർ -4, ലാംഡേൻ്റെത് 1 ആൻഡ് കോൺസ്റ്റന്റ് ടേം 6. ഇത് നമുക്ക് കിട്ടിയ റൂട്ടിനെ നമ്മൾ ഇവിടെ എഴുതുന്നു. ഫസ്റ്റ് നമ്പർ അതേപോലെ താഴെ എടുത്ത് എഴുതുക. താഴെ കിട്ടിയ നമ്പറിന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന്റെ ആൻസർ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഓക്കെ, സോ 1 × 2 2. അപ്പൊ ആ 2 ഇവിടെ എഴുതി. അപ്പൊ ഇവിടെ നമ്പർ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടും ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ കിട്ടി, ഇവിടെ നമ്പർ കിട്ടി, അപ്പൊ തന്നെ എന്ത് ചെയ്യുക? ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അഗൈൻ റൈറ്റ് ദി ആൻസർ ഹിയർ, ആഡ് ചെയ്യുക, പിന്നെയും റിപ്പീറ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, പുട്ട് ദി ആൻസർ ഹിയർ ആൻഡ് ആഡ്. ഓക്കെ, then you will get what? The second degree equation, and solve the second degree equation, you will get the other roots. Okay, clear alle? ഓക്കെ, ചെയ്യുന്ന മെത്തേഡ് മനസ്സിലാക്കുക. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പ്രോബ്ലം ചെയ്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഒരു മെത്തേഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ് അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഒരിക്കലും പ്രോബ്ലംസ് ബൈ ഹാർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് d raised to 5y by dx raised to 5 minus 3d raised to 4y by dx raised to 4 plus 3d cube y by dx cube minus d square y by dx square equal to 0. അപ്പം ഇതാണ് നമ്മളെ അടുത്ത ഇക്വേഷൻ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ നമ്മൾ എഴുതണം. ഓക്കെ, ഞാനിവിടെ ഏതോ ഒരു ടേം മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു -4 dy by dx എന്നൊരു ടേം ഈ ക്വസ്റ്റ്യനിലുണ്ട്. മൈനസ്, ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ എഴുതി തരാം. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, സോ ദി കറസ്പോണ്ടിങ് ഓക്സിലറി ഇക്വേഷൻ എഴുതുക. ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ ആദ്യം തരും d raised to 5y by dx raised to 5. അപ്പം ലാംഡ raised to 5 മൈനസ് അടുത്തത് 3 ലാംഡ raised to 4 പ്ലസ് 3 ലാംഡ ക്യൂബ് മൈനസ് 4 ലാംഡ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഞാൻ ആ ടേം മിസ്സായി പോയതാണ്. അപ്പം 4 × ഒരു dy by dx ഉണ്ടാവും മൈനസ് ലാംഡ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പൊ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ബൈ ഇൻസ്പെക്ഷൻ, അതായത് നമ്മൾ ഇതിന് ഓരോ വാല്യൂസ് കൊടുത്തപ്പോൾ എന്ത് കിട്ടി? അപ്പം 5 ഒക്കെയാ വന്ന, വലിയ റൂട്ട്സ് ഒക്കെയാ വന്നെങ്കിൽ നമ്മൾ ഒരു റൂട്ടും മാത്രം ഇൻസ്പെക്ഷനിൽ കണ്ടാൽ പോരാ. ഒന്ന് കിട്ടിയാൽ അടുത്തത് നിങ്ങൾ കണ്ടുവെക്കുക, 2 റൂട്ട്. ഇതെന്തായാലും നിങ്ങൾ വിചാരിക്കേണ്ട നമ്മൾ ഏത് നമ്പർ കൊടുത്താലാ അപ്പൊ നമ്മൾ കൊടുക്കുന്ന നമ്പർ തന്നെ കിട്ടണമെന്നുണ്ടോ? നമ്മൾ എപ്പോഴും ഏത് നമ്പറാണ് കൊടുക്കുക? 0 1 2 3 -1 -2 -3 അല്ലെങ്കിൽ 0.5 അതായിരിക്കും കൊടുക്കുക. ഈ നമ്പേഴ്സ് അല്ലാണ്ട് നിങ്ങൾക്ക് എക്സാമിന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കൂല. ഓക്കെ, അപ്പോൾ ഒരിക്കലും അങ്ങനെ കിട്ടാത്ത റൂട്ട്സ് ഒന്നും കൊണ്ടുപോയിട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കൂല. നമ്മളെപ്പോഴും വേഗം കിട്ടുന്ന റൂട്ട് മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിത് റേസ് ടു 5 ക്യൂബൊക്കെ വന്നെങ്കിൽ ഒരു റൂട്ട് കിട്ടിയാൽ തന്നെ നമുക്ക് അതിനെ സ്ക്വയറിലോട്ടേക്ക് മാറ്റാം. അപ്പൊ റേസ് ടു 5 വരുന്ന സമയത്ത് നമ്മൾ മിനിമം ഒരു 2 റൂട്ട് കണ്ടുപിടിക്കുക. 5ന്റെ അപ്പുറമുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നും ചോദിക്കില്ല, മാക്സിമം 5 ചോദിക്കലുള്ളൂ. ഓക്കെ, അത്രയും നിങ്ങൾ
നിങ്ങൾക്കുള്ളൂ. ഓക്കെ, സോ ബൈ ഇൻസ്പെക്ഷൻ ലാംഡ is equal to 0 എന്ന് കിട്ടും ആൻഡ് ലാംഡ is equal to 1. അതായത് നമ്മൾ ഒരു വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് 0 കൊടുത്തപ്പോൾ 0 കിട്ടി ആൻഡ് 1 കൊടുത്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. സോ 0 ആൻഡ് 1 ആർ ദി റൂട്ട്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിച്ചു. ഈ ഒരു നമ്പർ വെച്ചിട്ട് നമ്മൾ ഇതിനെ, അതായത് ഏതോ റൂട്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴത്തെ ഓർഡറാണ് കിട്ടുക അല്ലേ? അപ്പം അതിന് അതായത് ലാംഡ റേസ് ടു 4 കിട്ടുക. അപ്പോൾ 4നെ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയില്ല. നമുക്ക് അതിനെ സ്ക്വയറിലോട്ട് കൊണ്ടുവരണ്ട. സ്ക്വയറിലോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ 5 ആണ് കിട്ടിയെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതുക. അതായത് ലാംഡ is equal to 0 ആൻഡ് ലാംഡ is equal to 1 ആർ ദി റൂട്ട്. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്തായിരിക്കും? ലാംഡ മൈനസ് 0 ആൻഡ് ലാംഡ മൈനസ് 1 ആർ ദി ഫാക്ടർ. എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താലും അതിന്, അതായത് ഈ രണ്ട് ഫാക്ടറിനെ ഒറ്റ ഫാക്ടറാക്കി മാറ്റുക. അപ്പോൾ അതും എന്ത് തന്നെയായിരിക്കും? നമുക്ക് ഈ തന്ന ഇക്വേഷൻ്റെ ഫാക്ടർ തന്നെയായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ പഠിക്കുക തന്നെ വേണം, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പം 2 റൂട്ട് കിട്ടി. ദെൻ റൈറ്റ് ദി ഫാക്ടേഴ്സ്, that is lambda minus 0 and lambda minus 1. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 കിട്ടും. ദാറ്റ് ഇസ് എ ഫാക്ടർ. സോ ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ലാംഡ സ്ക്വയർ മൈനസ് ലാംഡയാണ്. ഓക്കെ, ലാംഡ ഇൻറ്റു ലാംഡ, ലാംഡ സ്ക്വയർ, ലാംഡ ഇൻറ്റു 1 ലാംഡ. സോ ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ ഈസ് എ ഫാക്ടർ. ഇനി ഈ ഫാക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുക? ഈ തന്ന ഇക്വേഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് തന്ന ഇക്വേഷൻ എന്താ? ലാംഡ റേസ് ടു 5 മൈനസ് 3 ലാംഡ റേസ് ടു 4 പ്ലസ് 3 ലാംഡ ക്യൂബ്. ഓ എഗെയിൻ എന്നാൽ ഇത് എന്നോട് എക്സ്ട്രാ ഇട്ടത് കേട്ടോ, അങ്ങനെ ഒരു സാധനം ഇല്ല. മൈനസ് ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ. അപ്പോൾ ഈ തന്ന നമ്മളെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ എന്ന് പറയുന്ന ഇതിൻ്റെ ഫാക്ടറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ യു നോ ഹൗ ടു ഡിവൈഡ് എ പോളിനോമിയൽ. നിങ്ങൾക്ക് അറിയില്ല ഒരു പോളിനോമിയൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന്? എങ്ങനെ ചെയ്യുക? ഇപ്പോൾ ഇവിടെ ആദ്യം ലാംഡ സ്ക്വയർ എടുക്കുക. ഈ ലാംഡ സ്ക്വയറിനെ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ലാംഡ റേസ് ടു 5 ഡിവൈഡഡ് ബൈ ലാംഡ സ്ക്വയർ എത്രയായിരിക്കും കിട്ടുക? ലാംഡ റേസ് ടു 3 കിട്ടുക. അത് ആണ് കോഷ്യൻ്റ് ആയിട്ട് വരിക. അത് ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെയുള്ള ആദ്യത്തെ നമ്പറിനെ ഈ ആദ്യത്തെ ആളിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലാംഡ റേസ് ടു 5 ഡിവൈഡഡ് ബൈ ലാംഡ സ്ക്വയർ. അപ്പം എന്താ ക്യാൻസൽ ആയിട്ട്? ലാംഡ സ്ക്വയർ ഒക്കെ ക്യാൻസൽ ആയിട്ട് ലാംഡ ക്യൂബ് ആണ് ആൻസർ കിട്ടുക. അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന് ഈ ഫാക്ടറിൽ ഓരോ ടേമിനെയും നമ്മൾ ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ലാംഡ സ്ക്വയർ ഇൻറ്റു ലാംഡ ക്യൂബ് ലാംഡ റേസ് ടു 5 അത് എഴുതുക. മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ ക്യൂബ് എത്രയാ? സോറി, ലാംഡ സ്ക്വയറിനെ കൊണ്ട് നമ്മൾ ഓരോ ടേമും ഇവിടെ ലാംഡ ഇൻറ്റു, ഞാനത് വേറെ തന്നെ ചെയ്ത് കാണിച്ചു തരാം. Okay, so lambda raised to 5 minus 3 lambda raised to 4 plus 3 lambda cube minus lambda square divided by lambda square minus lambda. First നമ്മൾ lambda square എടുക്കുക, ഇതിനെ ഡിവൈഡ് ചെയ്യുക. സോ lambda raised to 5 divided by lambda square, എത്രയാ? സ്ക്വയർ പോയിട്ട് 3 വരും. ആ കിട്ടിയ ലാംഡ ക്യൂബ് ഇവിടെ എഴുതുക. നൗ യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് ലാംഡ സ്ക്വയർ ഇൻറ്റു ലാംഡ ക്യൂബ്, ദാറ്റ് ഈസ് ലാംഡ റേസ് ടു 5 മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ ക്യൂബ് ഇസ് മൈനസ് ലാംഡ റേസ് ടു 4. ഇങ്ങനെ എഴുതുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിന് സാധാരണ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ മൈനസ് ചെയ്യുക അല്ലേ? അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? മൈനസ് 3 ലാംഡ റേസ് ടു 5 മൈനസ് മൈനസ് പ്ലസ് ആവും. സോ minus 3 lambda plus lambda minus 2 lambda raised to 4 എന്ന് കിട്ടും. ഓക്കെ, ഇത് അടുത്ത ടേം അതേപോലെ എഴുതാം, പ്ലസ് 3 ലാംഡ ക്യൂബ്. ഇനി
ഇതേപോലെ എന്ത് ചെയ്യുക, ഈ ലാംഡ സ്ക്വയറും ഇതും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. -2 λ⁴ ഡിവൈഡഡ് ബൈ ലാംഡ സ്ക്വയർ. ലാംഡ സ്ക്വയർ പോയാൽ എന്ത് കിട്ടും നമുക്ക്? -2 λ² എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതും ഇതും മൾട്ടിപ്ലൈ ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, സെയിം പ്രോസസ് റിപ്പീറ്റ് ചെയ്യുക. ഒരാളെ നമ്മൾ എടുത്തെഴുതുക, ഈ ആദ്യത്തെ ആളുമായിട്ട് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫാക്ടറിൽ ഓരോ ടേമും നമ്മൾ ഈ ആളോട് മൾട്ടിപ്ലൈ ചെയ്യണം. λ² ഇൻറ്റു -2 λ² എത്ര കിട്ടും? -2 λ⁴. നിങ്ങൾ ചെയ്ത് ശരിയാണെങ്കിൽ എപ്പോഴും ആദ്യത്തെ രണ്ട് ടേം സെയിം ആയിട്ടായിരിക്കും കിട്ടും. ഓക്കെ, അടുത്ത -λ ഇൻറ്റു -2 λ² ഇസ് +3 λ³. ഓക്കെ, ഇപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി നമുക്ക്? മൈനസ് ചെയ്യാം, സോ 0 എന്ന് കിട്ടും. -λ², -λ² എന്ന് കിട്ടി. ഇത് 0 ആയിപ്പോയി. -λ² നമ്മൾ താഴ്ത്തി എഴുതി. അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പം λ² എന്താ -λ² ഡിവൈഡ് ബൈ λ² എന്ത് കിട്ടും നമുക്ക്? -1 കിട്ടും. സോ ആ -1 ഇവിടെ എഴുതുക. ദെൻ λ² -1 is -λ². ഓക്കെ, and λ⁵ 5 4 3 2 1 വേണ്ടേ? സീറോ ലാംഡ. ഓക്കെ, അപ്പം നമ്മൾ ഈ λ² എഴുതി ഡിവൈഡ് ചെയ്തു. ദെൻ അഗെയിൻ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ വരുക? ഇനി ഇതിനെ ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. Three λ². ഓക്കെ, ഇത് -2. നിങ്ങളിത് ശ്രദ്ധിക്കുന്നില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആരും എനിക്ക് പറഞ്ഞില്ലല്ലോ. ഞാനിത് ഇങ്ങനെ എഴുതാന്നല്ലാണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നൊന്നും ഇല്ലേ? സരിക പറയാൻ പോന്നേനു, ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഞാൻ തെറ്റിച്ചതായിരിക്കും. അല്ല, ഇങ്ങനെ ചെയ്തു പോകുമ്പോഴേ എൻ്റെ അടുക്കേന്ന് മിസ്റ്റേക്ക് വരാം കേട്ടോ. ഞാനത് ഇങ്ങനെ ചെയ്തു പോവാണ്. അപ്പൊ എൻ്റെ പേരിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ പറയണോ, തെറ്റിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. ആ ഓക്കെ, അപ്പൊ സംഭവം മനസ്സിലായില്ലേ? വേറെ ആരെങ്കിലും ശ്രദ്ധിച്ചവരുണ്ടോ? ഈ തെറ്റ് മനസ്സിലായവരുണ്ടോ ആർക്കെങ്കിലും? നന്ദന, നിങ്ങളൊരു കാര്യം ചെയ്യും. കണ്ടോ മിസ്റ്റേക്ക്? കണ്ടോ എവിടെയാ വന്നതെന്ന്? എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് മനസ്സിലായിട്ടില്ല. എന്താ ഡിവൈഡ് ചെയ്യുന്നതാണോ മനസ്സിലാവാത്തെ? ഈ ഡിവൈഡ് ചെയ്യുന്ന മാത്രമായിരിക്കില്ല പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടാവുക. അതെ, അതിന് മുന്നത്തെ എല്ലാം മനസ്സിലായിട്ടില്ലേ? എനിക്ക് റൂട്ട് എടുത്താ മനസ്സിലായതിനു ശേഷം ഈ ഡിവൈഡ് ചെയ്യുന്നത് മനസ്സിലായിട്ടില്ല. റൂട്ട് കിട്ടിയത് വരെ മനസ്സിലായി. ഈ ഡിവിഷൻ മെത്തേഡ് നിങ്ങൾ പഠിച്ചതാ. നിങ്ങൾ +2 പോളിനോമിയൽ ഡിവിഷൻ പഠിച്ചതല്ലേ? പക്ഷെ അത് അത്യാവശ്യം കുറച്ച് കൺഫ്യൂസിങ് ആയ കാര്യം തന്നെയാ. അപ്പോൾ ഇങ്ങനെ ഓൺലൈനായിട്ട് കുഴപ്പമില്ല, നമുക്ക് നാളെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ഒന്നും കൂടി അത് ചെയ്തു തരാം. ഈസിയാന്ന് മനസ്സിലാവും. കുറച്ച് 1 by 1 ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇതുകൂടിയേ ഉള്ളൂ. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ പോർഷൻ കഴിഞ്ഞു. തേർഡ് മൊഡ്യൂൾ കഴിഞ്ഞു. തേർഡ് മൊഡ്യൂൾ എളുപ്പല്ലേ? ചെയ്യാൻ പറ്റൂലേ പ്രോബ്ലംസ് ഒക്കെ? അപ്പൊ നമുക്ക് ഇത് നാളെ കംപ്ലീറ്റ് ചെയ്യാം. അറ്റൻഡൻസ് വേഗം പറഞ്ഞേ. ഖാദ്ര, അഭിജിത്ത്,
Abhijit KP, Present, ma'am. Abhirag, Present, ma'am. Abhin, Present, ma'am. Aditya, Present, ma'am. Advait, Afra, Present, ma'am. Akshaya, Present, ma'am. Amal, Present, ma'am. Amana, Present, ma'am. Amaya,